ഏത് തരം ഫുഡിൻ്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. വളരെ തിക്കായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉള്ളൊരു കറിയാണ്. അപ്പം നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അപ്പം ഞാൻ അതിന് വേണ്ടി ഇതുപോലെ 1 കിലോ ചിക്കൻ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഓയിലാണ് എടുത്തത്. നിങ്ങൾക്ക് ഓയിലോ വെളിച്ചെണ്ണയോ നമ്മുടെ ഓരോരുത്തരും ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിതിൽ 1 സ്പൂണ് ഉലുവ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത പച്ചമുളകും വെളുത്തുള്ളിയും നമുക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ സ്മെല്ലൊക്കെ മാറുന്ന സമയത്ത്, നിറം മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 4 സവാള കട്ട് ചെയ്തത് കൂടി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് ഇതൊന്ന് വന്ന ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് ഉപ്പ് കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കണം. ഉപ്പ് കൂടി ചേർത്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കിതിൻ്റെ അടിയിൽ പിടിച്ചിട്ട് കരി പിടിച്ചു പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 2 തക്കാളി ഒന്ന് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും ഒരേപോലെ ആക്കി വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ എന്നിട്ട് നമുക്ക് വീണ്ടും ലോ ഫ്ലെയിമിലാക്കി വെക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് 1/4 ഭാഗം ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് ഈ ഒരു ഉടഞ്ഞു വരുന്ന പരിവാകുന്ന സമയത്ത് അപ്പം നമുക്കിതുപോലെ തൊട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതേപോലെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരും. ഇതുപോലൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 സ്പൂണ് ഗരം മസാലയും പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. അപ്പം നമ്മളിതിൽ 2 വലിയ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കുന്നത് ചിക്കൻ മസാല ഇല്ലാതെയാണ്. അപ്പോൾ ചിക്കൻ മസാല ഇല്ലാതെ നമുക്കിതിൽ 2 സ്പൂണ് നമ്മൾ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ ചെറിയ 2 സ്പൂണിൽ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു മസാല നന്നായിട്ട് നമുക്കിതിൻ്റെ പച്ച മണമൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു മസാല ഒന്ന് വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിത് ഫുൾ ഫ്ലെയിമിലിട്ടാൽ നമ്മുടെ മസാലയൊക്കെ അടുക്കി പിടിച്ചിട്ട് ആകെ മോശമായി പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മുടെ ഈ ഒരു മസാല ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. എന്നിട്ട് വേണം നമ്മൾ ഇതുപോലൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു മസാലയുടെ ഈ ഒരു പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു കഴുകി വെച്ച ചിക്കനില്ലേ അത് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ചിക്കൻ കംപ്ലീറ്റ് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ചിക്കന് നന്നായിട്ട് ഇതിൽ നിന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മളിതൊന്ന് ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഈ ഒരു മസാല വരണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഈ ഒരു മസാല ഈ ഒരു ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലയിൽ ചിക്കനിലേക്ക് ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലൊന്ന് ചെയ്തെടുക്കുന്നത്. എല്ലാ വശത്തും നമുക്കൊരു മസാല വരണം. ഇനി ഇത് നമുക്ക്
നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവാൻ വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം നമ്മളിതൊന്ന് മൂടിയൊന്ന് വെക്കാം. എന്നിട്ട് വേണം നമ്മളിതിൽ വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് സമയത്തിന് ശേഷം ഇതിൽ നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഫുൾ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്കിതിൽ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു ചിക്കനൊക്കെ നന്നായിട്ട് മുങ്ങി നിൽക്കാനുള്ള വെള്ളം നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൽ വെള്ളം കുറവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളെ എടുക്കുന്ന അളവനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിത് കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒന്ന് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഇത് നമുക്കിതൊന്ന് നന്നായിട്ട് ഒരു 10-20 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-20 മിനിറ്റ് നമ്മളിത് വേവാൻ വെക്കണം. ഇതിൽ നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ചിക്കൻ കറി തയ്യാറായി വരുമ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു കറിയായിട്ട് നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നല്ല തിക്കായിട്ടാണ് ഈ ഒരു കറി കിട്ടുക, ഒട്ടും ലൂസാവാതെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.